പെസഹക്കാലം 2-ാം വാരം തിങ്കൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നിക്കോദെമോസിനോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ജലത്താലും ആത്മാവിലുമുള്ള ജനനമാണ് യേശു ആവശ്യപ്പെടുന്നത്. വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ് വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹം ഒരു അതിബുദ്ധിമാനായിരുന്നു. തത്വശാസ്ത്രവും കാവ്യമീമാംസയും ആയിരുന്നു പഠിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ. മനിക്കൈസത്തിൽ ആകൃഷ്ടനായ അദ്ദേഹത്തിൻ്റെ ഹൃദയം സുഖലോലുപതയും കീർത്തി സമ്പാദിക്കുവാനും ഓടി നടന്നു. എങ്കിലും ഒരു ശൂന്യത എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. അമ്മ മോണിക്കയുടെ പ്രാർത്ഥന അവസാനം ഫലം കണ്ടു. വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ അദ്ദേഹത്തെ വഴിയൊരുക്കിയ തിരുവചനം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. തിരുവചനത്തിൽ ആഴപ്പെട്ട അഗസ്റ്റിൻ സ്നാനം സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി വീണ്ടും ജനിച്ചു. ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് ജീവിതം വിട്ടുകൊടുത്തപ്പോൾ അഗസ്റ്റിൻ ഒരു വേദപാരംഗതനായി, പുരോഹിതനായി, മെത്രാനായി, വിശുദ്ധ അഗസ്റ്റിനായി.